Hi everyone, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് കെ മാപ്പ് ഓർ കാർനോ മാപ്പ്. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ട്രൂത്ത് ടേബിളിനകത്തുനിന്ന് എങ്ങനെയാണ് നമ്മൾ SOP ആൻഡ് POS എക്സ്പ്രഷൻസ് എഴുതാമെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ട്രൂത്ത് ടേബിളിനകത്തുനിന്ന് നമ്മളൊരു എക്സ്പ്രഷൻ എഴുതുന്ന സമയത്ത് അത് കാനോനിക്കൽ ഫോമിലായിരിക്കും കിടക്കുന്നുണ്ടായിരിക്കും. അതായത് കാനോനിക്കൽ ഫോം പറഞ്ഞാൽ അതിനകത്ത് ഓരോ ഇൻഡിവിജ്വൽ ടേം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിലും ഓരോ ടേമിനകത്തും നമ്മളുടെ എല്ലാ വാരിയബിൾസും പ്രസൻ്റ് ആയിരിക്കും. ഒറിജിനൽ ഫോമിലാവാം, കോംപ്ലിമെൻറ്റഡ് ഫോമിലായിരിക്കാം. ഓരോ ടേമിനകത്തും നമ്മളുടെ സിസ്റ്റത്തിൻ്റെ എല്ലാ വാരിയബിൾസും പ്രസൻ്റ് ആയിരിക്കും. അപ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് എക്സ്പ്രഷൻ ആയിരിക്കും. ഓക്കെ, ദെൻ ടു ഇംപ്ലിമെൻറ്റ് എ സർക്യൂട്ട്, നമുക്ക് ആ ഒരു കറസ്പോണ്ടിങ് ഫംഗ്ഷൻ്റെ അല്ലെങ്കിൽ ഔട്ട്പുട്ടിൻ്റെ ഒരു സർക്യൂട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ കിട്ടണം. എങ്കിൽ മാത്രമേ നമുക്ക് ലെസ് നമ്പർ ഓഫ് ഗേറ്റ്സ് യൂസ് ചെയ്തിട്ട് ആ ഒരു സർക്യൂട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ സിംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ഒരു മെത്തേഡ് പഠിച്ചു കഴിഞ്ഞു. ബൂളിയൻ ലോസ് യൂസ് ചെയ്തിട്ട് നമുക്കൊരു എക്സ്പ്രഷനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ അത് ലിറ്റിൽ ബിറ്റ് കോംപ്ലെക്സ് ആണ്. അതുപോലെ തന്നെ നമുക്ക് എല്ലാ റൂൾസും ഓർത്തിരിക്കണം. അതുപോലെ കുറച്ച് സ്ട്രെയിറ്റ് മെത്തേഡിൽ നമ്മൾ അപ്ലൈ ചെയ്തില്ല എങ്കിൽ നമുക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടണമെന്നില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു ഡിസഡ്വാൻറ്റേജ് ഓവർകം ചെയ്യുന്ന ഒരു മെത്തേഡാണ് കാമാപ്പ് മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മളുടെ ബൂളിയൻ എക്സ്പ്രഷൻസിനെ സിംപ്ലിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ മെത്തേഡാണ് കാമാപ്പ് എന്ന് പറയുന്നത്. മാപ്പിംഗ് മെത്തേഡ് എന്ന് പറയും. അതുപോലെ തന്നെ അതിനെ വീച്ച് ഡയഗ്രാം എന്നും പറയും. ഓക്കെ, വീച്ച് ഡയഗ്രാം എന്ന് പറയാൻ കാരണം ഇറ്റ് ഈസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ എ സയൻറ്റിസ്റ്റ് നെയിംഡ് വീച്ച്. ഓക്കെ, so sometimes it is called Veach diagram, and that diagram is modified by Carnot, and then it is also named as K-map or Carnot map. Okay, then നമ്മൾ കാർണോ മാപ്പ് എങ്ങനെയാണ് വരയ്ക്കാമെന്ന് നമുക്ക് നോക്കാം. അതായത് ഒരു ഡയഗ്രമാറ്റിക് മെത്തേഡിലാണ് നമ്മൾ സിംപ്ലിഫിക്കേഷൻ ചെയ്യുന്നത്. അപ്പോൾ അതിനു മുൻപ് നമുക്ക് ഒരു 2 വേരിയബിൾ ട്രൂത്ത് ടേബിൾ എങ്ങനെയാണ് വരിക, അതിനകത്ത് ഒരു SOP എക്സ്പ്രഷൻ നമുക്ക് നോക്കാം. ആ ഒരു പെർട്ടിക്കുലർ SOP എക്സ്പ്രഷൻ എങ്ങനെയാണ് നമ്മൾ ആ കാമാപ്പിൽ എൻ്റർ ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് 2 വേരിയബിൾ കെ മാപ്പ്, ഒരു 2 വേരിയബിൾ സിസ്റ്റമാണ് എനിക്കുള്ളതെങ്കിൽ അത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്പ്രഷൻ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് 2 വേരിയബിൾ കെ മാപ്പ് എങ്ങനെയാണ് നമ്മൾ വരയ്ക്കാൻ നോക്കാം. 2 വേരിയബിളാണ് എൻ്റെ കയ്യിലുള്ളത്, A ആൻഡ് B. ഓക്കെ, കറസ്പോണ്ടിങ് ആയിട്ടൊരു ട്രൂത്ത് ടേബിൾ ഞാൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ AB, this will be the inputs. Input will be A and B and the output will be Y. സിംഗിൾ ഔട്ട്പുട്ട് സിസ്റ്റം ആവാം, മൾട്ടിപ്പിൾ ഔട്ട്പുട്ട് ഉണ്ടാവാം. ഞാനിപ്പോൾ സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു സിംഗിൾ ഔട്ട്പുട്ട് സിസ്റ്റമാണ് കൺസിഡർ ചെയ്യുന്നത്. അതിൻ്റെ ട്രൂത്ത് ടേബിളാണ് കൺസിഡർ ചെയ്യുന്നത്. 0 0 0 1 1 0 ആൻഡ് 1 1 ഇതായിരിക്കും അതിൻ്റെ ഇൻപുട്ടിലെ എൻട്രീസ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ട്രൂത്ത് ടേബിൾ ഉണ്ടെങ്കിൽ, അതായത് 2 വേരിയബിളിൻ്റെ ഒരു ട്രൂത്ത് ടേബിൾ ഉണ്ടെങ്കിൽ അതിലെ ഔട്ട്പുട്ട്സ് നമുക്ക് കെ മാപ്പിനകത്ത് എൻ്റർ ചെയ്യാൻ പറ്റും. ആ ഔട്ട്പുട്ട്സിനെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഗ്രൂപ്പിംഗ് എല്ലാം ചെയ്ത് നമുക്ക് അതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് വരയ്ക്കാൻ നോക്കാം. അതായത് ഒരു n വേരിയബിൾ സിസ്റ്റം ആണെങ്കിൽ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കെ മാപ്പ് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് കെ മാപ്പിനകത്ത് എ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിനകത്തുള്ള എത്ര സ്ക്വയേഴ്സ് ഉണ്ടെന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാം. അതായത് n വേരിയബിൾ സിസ്റ്റത്തിന് 2n സ്ക്വയേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, ഒരു കെ മാപ്പ് വരയ്ക്കുന്ന സമയത്ത് അതിനകത്ത് നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ആണ് പറയുന്നത്. ഫോർ n variable system there will be 2n squares. നമുക്കറിയാം n variable system ആണെങ്കിൽ 2n കോമ്പിനേഷൻസ് ഉണ്ടെന്ന് അറിയാം അല്ലേ. ഇതേ ഓരോ കോമ്പിനേഷനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ സ്ക്വയേഴ്സ് അതിനകത്ത് പ്രസൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ആ സ്ക്വയറിനകത്ത് എൻ്റർ ചെയ്യുന്ന ഒരു വാല്യൂ എന്ന് പറയുന്നത് ഓരോ കോമ്പിനേഷനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ആയിരിക്കും നമ്മൾ ആ ഓരോ സ്ക്വയറിനകത്തും എൻ്റർ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം, ഡയഗ്രാം വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ 2 വേരിയബിൾ കെ മാപ്പാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. 2 വേരിയബിൾ കെ മാപ്പ് ആയതുകൊണ്ട് 2 raised to 2 is equal to 4 സ്ക്വയേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ നോക്കാം. 2 വേരിയബിൾ കെ മാപ്പ് 4 സ്ക്വയേഴ്സ്, 4 സ്ക്വയർ ആയിരിക്കും. 1 2 3 4 4 സ്ക്വയർ ആയിരിക്കും ഇതിനകത്ത് ഉണ്ടായിരിക്കുക. ഇങ്ങനെയാണ് ഞാനൊരു 2 വേരിയബിൾ കെ മാപ്പിനെ റെപ്രസെൻ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ കെ മാപ്പിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാരിയബിൾസിനെ നമുക്കിവിടെ റെപ്രസെൻ്റ് ചെയ്യാം. A ആൻഡ് B എന്നാണ് വാരിയബിൾസ് വരുന്നത്. A ആൻഡ് B. ഓക്കെ, ഹിയർ യു ക്യാൻ റൈറ്റ് B ആൻഡ് ഹിയർ യു ക്യാൻ റൈറ്റ് A. ഓക്കെ, അപ്പോൾ നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ബാക്കി ചെയ്യുന്നതെല്ലാം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മാറണം. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ ഒരു മെത്തേഡിൽ നോക്കാം. ഫസ്റ്റ് വാരിയബിൾ ഈ ഒരു സൈഡിലും സെക്കൻഡ് വാരിയബിൾ ഇവിടെയാണ് നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ എക്ക് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് ഈ ഒരു സൈഡിലും ബിക്ക് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് ഈ ഒരു സൈഡിലും നമ്മൾ എഴുതണം. ഓക്കെ, എ എന്ന് പറയുന്നത് ഒരു സിംഗിൾ വേരിയബിൾ ആണ്. എ മേ ബി ഐദർ ഇറ്റ് വിൽ ബി 0 ഓർ ഇറ്റ് വിൽ ബി 1. ഓക്കെ, അപ്പോൾ എ വിൽ ബി 0 ഓർ ഇറ്റ് മേ ബി 1.
സിമിലർലി ബി വിൽ ബി 0 ഓർ 1. ഓക്കെ, അപ്പോൾ ബിക്ക് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസും എക്ക് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസും നമ്മൾ മാർക്ക് ചെയ്തു. ഇനി ഞാൻ പറഞ്ഞു ഓരോ മിൻ ടേമിനും അല്ലെങ്കിൽ ഓരോ ബിറ്റ് കോമ്പിനേഷനും കറസ്പോണ്ടിങ് ആയിട്ടാണ് ഓരോ സ്ക്വയേഴ്സ് നമ്മൾ വരച്ചേക്കുന്നത്. അപ്പോൾ അത് ഏത് ബിറ്റ് കോമ്പിനേഷന് കറസ്പോണ്ടിങ് ഏത് സ്ക്വയറാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. അതെങ്ങനെയാണ് ചെയ്യുക? ഹിയർ ഫസ്റ്റ് കോമ്പിനേഷൻ എടുക്കുക, 0 0, എ ഈസ് ഈക്വൽ ടു 0, ബി ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ദേ 0, എ ഈസ് ഈക്വൽ ടു 0, ഈ ഒരു റോയാണ് എ ഈസ് ഈക്വൽ ടു 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത്. ഓക്കെ, ബി ഈസ് ഈക്വൽ ടു 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളമാണ് ഇത്. ഓക്കെ, അപ്പോൾ എ ഈസ് ഈക്വൽ ടു 0, ബി ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഈ ഒരു സ്ക്വയർ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം 0 0. ഓക്കെ, ഈ ഒരു ബിറ്റ് കോമ്പിനേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ക്വയർ ആണ് ഇത്. നെക്സ്റ്റ് ബിറ്റ് കോമ്പിനേഷൻ കൺസിഡർ ചെയ്യാം, 0 1, എ ഈസ് ഈക്വൽ ടു 0 ആൻഡ് ബി ഈസ് ഈക്വൽ ടു 1. ഓക്കെ, കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഒരു സ്ക്വയർ ആണ് വരുന്നത് 0 1. ഓക്കെ, നെക്സ്റ്റ് കോമ്പിനേഷൻ ഈസ് 1 0, എ ഈസ് ഈക്വൽ ടു 1 ആൻഡ് ബി ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഈ ഒരു സ്ക്വയർ ആണ് 1 0ക്ക് കറസ്പോണ്ടിങ് വരുന്നത്. ഇനി 1 1, എ ബി ഈസ് ഈക്വൽ ടു 1 1, എ ഈസ് ഈക്വൽ ടു 1 ആൻഡ് ബി ഈസ് ഈക്വൽ ടു 1. 1 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ക്വയർ ആണ് ഇത് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതേപോലെയും റെപ്രസെൻ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എളുപ്പത്തിന് നിങ്ങൾക്ക് ഈ ഒരു ട്രൂത്ത് ടേബിൾ കാണുമ്പോൾ തന്നെ ഈ ട്രൂത്ത് ടേബിളിലെ ഓരോ ബിറ്റ് കോമ്പിനേഷനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസിമൽ വാല്യൂ അറിയാം അല്ലേ? 0 ആണ്, ഇത് 1 ആണ്, ഇത് 2 ആണ്, ഇത് 3 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ യൂഷ്വലി നമ്മളിങ്ങനെ ബൈനറിയുടെ ബിറ്റ്സ് ആയിട്ടല്ല ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുക. ഇവിടെ നമുക്ക് അതിൻ്റെ ഡെസിമൽ വാല്യൂ നമുക്ക് എഴുതാം. അതായത് 0 0 മീൻസ് 0, 0 1 means 1, 1 0 means 2, 1 0 means 2, then 1 1 means 3, 1 1 means 3. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളതിൻ്റെ യൂഷ്വലി മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതുകൂടാതെ ഇവിടെ നമ്മൾ എ ഈസ് ഈക്വൽ ടു 0, എ ഈസ് ഈക്വൽ ടു 1 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന് പകരം നമുക്ക് ഈ വാരിയബിൾസ് യൂസ് ചെയ്തിട്ടും നമുക്ക് ഈ കോളത്തിനെ റെപ്രസെൻ്റ് ചെയ്യാം. അതായത് എ ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ അതിനെ ഞാൻ എ ബാർ എന്ന് മാർക്ക് ചെയ്യണം. എ ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ അതിനെ എ എന്ന് മാർക്ക് ചെയ്യണം. ഓക്കെ, ഐദർ 0 1 എന്ന് റെപ്രസെൻ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ എ ബാർ എ എന്ന് റെപ്രസെൻ്റ് ചെയ്യുക. ഏതെങ്കിലും ഒരു വിധത്തിൽ റെപ്രസെൻ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇതിപ്പോൾ ബി ഈസ് ഈക്വൽ ടു 0 വരുന്നതാണ്, അതായത് ഇവിടെ ബി ബാർ ആണ്. ഇവിടെ ബി ഈസ് ഈക്വൽ ടു 1 ആണ്, അതായത് ഇത് ബി ആണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയും ഒരു സെക്കൻഡ് മെത്തേഡാണ്, ഇങ്ങനെയും നിങ്ങൾക്ക് കെ മാപ്പിനെ റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, ഒരു 2 വാരിയബിൾ കെ മാപ്പ് ആണെങ്കിൽ ഇതിപ്പം ജസ്റ്റ് റെപ്രസെൻ്റ് ചെയ്യാണ്. 2 വാരിയബിൾ കെ മാപ്പ് ആണെങ്കിൽ എക്സ് വൈ ആണെങ്കിൽ ജസ്റ്റ് വരയ്ക്കുക. 4 സ്ക്വയേഴ്സ് ഉണ്ടായിരിക്കണം. എക്സ് വൈ ആണ് എൻ്റെ വാരിയബിൾ, എക്സ് വൈ എന്ന് മാർക്ക് ചെയ്യുക. ഇവിടെ വരുന്നത് എക്സ് ബാർ എക്സ് ആയിരിക്കും, ഇവിടെ വരുന്നത് വൈ ബാർ വൈ ആയിരിക്കും. ഓക്കെ, ഈ കോളംസ് നമ്പർ ചെയ്യുകയാണെങ്കിൽ 0 1 2 3 ഇങ്ങനെയാണ് നമ്മൾ നമ്പർ ചെയ്യുക. ഓക്കെ, ഇനി ചെയ്യേണ്ടത് ഓരോ സ്ക്വയറിനകത്തും നമ്മൾ ഔട്ട്പുട്ട്സ് എന്താണെന്ന് വെച്ചാൽ എൻ്റർ ചെയ്യണം. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് ഞാൻ ജസ്റ്റ് ഒരു ഔട്ട്പുട്ട് എഴുതാണ് റഫായിട്ട്, 0 0 1 1. ഇതാണ് എനിക്ക് കിട്ടിയ ഔട്ട്പുട്ട് എങ്കിൽ ഞാനത് എങ്ങനെ എൻ്റർ ചെയ്യണം? 0 ഫസ്റ്റ് ബിറ്റ് കോമ്പിനേഷൻ ഈസ് 0. ഓക്കെ, 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ക്വയറിനകത്ത് ഞാൻ 0 എന്ന് എൻ്റർ ചെയ്യണം. അതായത് ഈ ഒരു സ്ക്വയറിനകത്ത് ഞാൻ 0 എന്ന് എൻ്റർ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് 1 എന്ന് പറയുന്ന ഒരു ബിറ്റ് കോമ്പിനേഷനാണ്. 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് വന്നേക്കുന്നത് 0 ആണ്. അതായത് 1 എന്ന് പറയുന്ന സ്ക്വയറിനകത്ത് ഞാൻ 0 എൻ്റർ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് 1 0 മീൻസ് 2 ആണ്. 2ന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടിയ ഔട്ട്പുട്ട് 1 ആണ്. അതായത് ഞാനിവിടെ 1 എൻ്റർ ചെയ്യണം. ഈ ഒരു ഔട്ട്പുട്ട് നെക്സ്റ്റ് 3 എന്ന് പറയുന്ന ഒരു സ്ക്വയറിനകത്ത് ഞാൻ മാർക്ക് ചെയ്യേണ്ടത് 1 എന്ന് പറഞ്ഞൊരു ഔട്ട്പുട്ടാണ്. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇതിനകത്ത് ഗ്രൂപ്പിംഗ് എല്ലാം ചെയ്യണം. അതിനുശേഷമാണ് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്നത്. ജസ്റ്റ് ഇപ്പോൾ എല്ലാ 2 വാരിയബിൾ 3 വാരിയബിൾ 4 വാരിയബിൾ 5 വാരിയബിൾ കെ മാപ്സ് എങ്ങനെ വരയ്ക്കുന്നു എന്ന് മാത്രമാണ് നമ്മളിപ്പോൾ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് 2 വാരിയബിൾ കെ മാപ്പ് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്കൊരു 3 വാരിയബിൾ കെ മാപ്പ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. 3 വാരിയബിൾ കെ മാപ്പ്. ഓക്കെ, വാരിയബിൾസ് വരുന്നത് എ ബി ആൻഡ് സി ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ നമ്പർ ഓഫ് വാരിയബിൾസ് ഈസ് ഈക്വൽ ടു 3 ആണ്. ദെൻ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് വിൽ ബി 2 raised to n. 2 raised to n is equal to 2 raised to 3 is equal to 8 സ്ക്വയേഴ്സ് ആയിരിക്കും നമ്മളുടെ കെ മാപ്പിൽ ഉണ്ടായിരിക്കാം. ഓക്കെ, 3 വാരിയബിൾ സിസ്റ്റത്തിൻ്റെ കെ മാപ്പാണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ അതിനകത്ത് 8 സ്ക്വയേഴ്സ് ഉണ്ടായിരിക്കും. 8 സ്ക്വയേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക്
2/3 മെട്രിക്സ് പോലെ വരയ്ക്കാം, അല്ലെങ്കിൽ 3/2 ആയിട്ടും വരയ്ക്കാം. അതായത് ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും രണ്ട് വിധത്തിൽ നമുക്ക് വരയ്ക്കാൻ പറ്റും. നമുക്ക് നോക്കാം. ഏതെങ്കിലും ഒരു സിസ്റ്റം നിങ്ങൾ ഫോളോ ചെയ്യുക കേട്ടോ. രണ്ട് വിധത്തിലും കാണിച്ചു തരാം. ഫസ്റ്റ് മെത്തേഡ്, ഇതിനകത്ത് 1 2 3 4 5 6 7 8 ഹൊറിസോണ്ടലായിട്ട് വരച്ചു. ഇതുകൂടാതെ നമുക്ക് വെർട്ടിക്കലായിട്ടും വരയ്ക്കാം. ഇങ്ങനെയും വരയ്ക്കാം. ഓക്കെ, അപ്പോൾ നോക്കുക, ഇതിനകത്ത് 3 വേരിയബിൾസ് ആണുള്ളത്. ഇവിടെ 2 വാല്യൂസ് എഴുതാനുള്ള പൊസിഷൻസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്കിവിടെ സിംഗിൾ വാരിയബിൾ മാത്രമാണ് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എ എന്ന് പറയുന്ന ഒരു വാരിയബിൾ ഞാൻ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തു. നെക്സ്റ്റ് റിമൈനിങ് ആയിട്ട് ബി ആൻഡ് സി ഉണ്ട്, 2 വാരിയബിൾ ബി സി എന്ന് പറഞ്ഞാൽ 2 വാരിയബിളിന് പോസിബിളായിട്ട് 4 ബിറ്റ് കോമ്പിനേഷൻ വരും. ഓക്കെ, അപ്പോൾ 1 2 3 4 4 പോസിബിൾ വാല്യൂസും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ ഇവിടെ സ്പേസ് ഉണ്ട്. എ എന്ന് പറഞ്ഞാൽ അത് സിംഗിൾ വാരിയബിളേ ഉള്ളൂ. അതിന് ഐദർ 0 or 1 2 വാല്യൂസാണ് അതിന് വരുന്നത്. ആ 0 1 റെപ്രസെൻറ്റ് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വരയ്ക്കുന്നതെങ്കിൽ ഒരു സിംഗിൾ വാരിയബിൾ ഇവിടെയും 2 വാരിയബിൾ ഇവിടെയാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ 0 1 എക്ക് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് ആണ് നമ്മൾ ഈ ഒരു സൈഡിൽ എൻ്റർ ചെയ്യുന്നത്. എ വിൽ ബി ഐദർ 0 or 1. ബി സി എന്ന് പറയുന്നത് 2 ബിറ്റാണ്. 2 ബിറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് 4 ബിറ്റ് കോമ്പിനേഷൻസ് പോസിബിൾ ആയിരിക്കും. ആ ബിറ്റ് കോമ്പിനേഷൻസ് ഏതൊക്കെയാണ് വരുന്നുണ്ടാവുക? 0 0 ബി സി ഈസ് ഈക്വൽ ടു, ബി സി എന്തൊക്കെയാണ് വരിക? ബി സി ഈസ് ഈക്വൽ ടു 0 0 0 1 1 0 1 1. ഓക്കെ, ഇനി നമ്മളിവിടെ ആ ഒരു വാല്യൂസ് എൻ്റർ ചെയ്യാൻ പോകണം. വാല്യൂസ് എൻ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, 0 0 0 1 1 1 1 0. ഓക്കെ, നമ്മൾ ഈ ഒരു ഓർഡറിലല്ല ഇവിടെ നമ്മൾ വാല്യൂസ് എൻ്റർ ചെയ്യുന്നത്. ഇതിനകത്ത് 0 0 0 1 കഴിഞ്ഞിട്ട് 1 0 അല്ല വരുന്നത്, 1 1 ആണ് വരുന്നത്. അതിന് ശേഷമാണ് ഈ 1 0 വരുന്നത്. ഓക്കെ, അതെന്തിനാണ് ചെയ്തേക്കുന്നത് വെച്ചാൽ സിംഗിൾ ബിറ്റ് ചേഞ്ച് മാത്രമേ ഒരു കോളത്തിൽ നിന്ന് അടുത്ത കോളത്തേക്ക് വരുമ്പോൾ പാടുള്ളൂ. ഓക്കെ, എങ്കിൽ മാത്രമേ നമുക്ക് ഗ്രൂപ്പിംഗ് എല്ലാം ചെയ്യുന്ന സമയത്ത് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതായത് സിംഗിൾ വാരിയബിൾ ചേഞ്ച് ഉണ്ടെങ്കിൽ മാത്രമേ സിംപ്ലിഫിക്കേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഗ്രേ കോഡാണ് ഫോളോ ചെയ്യുന്നത്. 0 0 0 1 1 1 1 0. ഓക്കെ, ഇത് ഈ കോമ്പിനേഷൻ നിങ്ങൾ ഓർത്തിരിക്കണം. 2 ബിറ്റിൻ്റെ വാല്യൂസ് ആണ് നിങ്ങൾ എൻ്റർ ചെയ്യുന്നതെങ്കിൽ 0 0 0 1 1 1 1 0 ഈ ഒരു ഓർഡറിലാണ് എൻ്റർ ചെയ്യേണ്ടത്. ഇവിടുന്ന് ഈ 0 0 ആണ്. ഇവിടെ നോക്കുക, ഇവിടുന്ന് നെക്സ്റ്റ് കോളത്തിലേക്ക് പോയ സമയത്ത് ഈ ഒരു ബിറ്റ് മാത്രമേ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, 0 സെയിം ആണ്, ഈ 0 ചേഞ്ച് ടു 1. ഓക്കെ, ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് 1 സെയിം ആണ്, 0 എന്നുള്ളത് ചേഞ്ച് ടു 1. ഓക്കെ, 1 1 എന്നുള്ളത് ഇങ്ങോട്ടേക്ക് പോയ സമയത്ത് 1 സെയിം ആണ്, ഈ 1 എന്ന് പറയുന്നത് 0 ആയിട്ട് മാറി. ഓക്കെ, അതായത് സിംഗിൾ ബിറ്റ് ചേഞ്ച് മാത്രമേ ഒരു കോളത്തിൽ നിന്ന് നെക്സ്റ്റ് കോളത്തിലേക്ക് പോകുമ്പോൾ ഉണ്ടാവാൻ പാടുള്ളൂ. ഓക്കെ, ആ രീതിയിലാണ് നമ്മളിവിടെ മുകളിലെ വാല്യൂസ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കറസ്പോണ്ടിങ്ങിൽ നമുക്കിവിടെ ഈ ഓരോ സ്ക്വയറിനകത്തെയും വാല്യൂസ് നമുക്ക് കാണാൻ പറ്റും. 0 0 0 0 0 1 0 1 1 0 1 0 നെക്സ്റ്റ് 1 0 0. എ ബി സി എന്നുള്ള എന്താണ്, അതാണ് ഞാൻ എഴുതുന്നത്. ഓക്കെ, എ ബി സി ഇസ് ഈക്വൽ ടു 0 0 0. ഓക്കെ, അങ്ങനെയാണ് എഴുതി പോകുന്നത്. ഇവിടെ എന്താണ് വരിക? എ ബി സി ഇസ് ഈക്വൽ ടു എ ഇസ് ഈക്വൽ ടു 1, ബി സി ഇസ് ഈക്വൽ ടു 0 0. ദെൻ എ ബി സി ഇസ് ഈക്വൽ ടു 1 0 0. ഹിയർ എ ബി സി ഇസ് ഈക്വൽ ടു 1 0 1. Okay, here ABC is equal to 1 1 1. Okay, here ABC is equal to 1 1 0. ഓക്കെ, അങ്ങനെ ഓരോ സ്ക്വയറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മിൻ ടേം നമുക്കിവിടെ മീൻസ് ഓരോ ബിറ്റ് കോമ്പിനേഷൻ നമുക്കിവിടെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഒരു മെത്തേഡ്. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സെയിം ഡയഗ്രാം തന്നെ വാരിയബിൾസ് യൂസ് ചെയ്തിട്ട് ഔട്ടർ സൈഡിൽ വാരിയബിൾസിൻ്റെ ടേംസിലും ഇന്നർ സൈഡിൽ ഡെസിമലിൻ്റെ ടേംസിലും നമുക്ക് എഴുതാൻ പറ്റും. അതാണ് കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ്. അപ്പോൾ അത് ഫോളോ ചെയ്യാം. ഓക്കെ, ഈ ഒരു സെയിം ഡയഗ്രാം തന്നെ എടുക്കാം. എ ബി സി, ഹിയർ എ ബാർ എ. ഓക്കെ, ഇവിടെ 0 1 എഴുതുന്നതിന് പകരം ഞാൻ എ ബാർ എ എന്നാണ് എഴുതിയിട്ടുള്ളത്. ഇവിടെ ബി സി ആണ്, ഞാൻ 0 0 0 1 1 1 1 0 എന്ന് എഴുതുന്നതിന് പകരം ബിയുടെയും സിയുടെയും ടേംസിൽ എഴുതാണ്. ബി ബാർ സി ബാർ, ബി ബാർ സി, ബി സി, ബി സി ബാർ. ഓക്കെ, 0 0 0 1 1 1 1 0. ഇവിടെ 0 1. അതുപോലെ തന്നെ ഇതിൻ്റെ ഇന്നർ ഭാഗത്ത് നമുക്ക് 0 ഡെസിമലിൽ മാർക്ക് ചെയ്യാം. 0 1 2 3 4 5 6
7. ഇതാണ് കുറച്ചും കൂടെ സിംപ്ലർ ആയിട്ടുള്ള മെത്തേഡ് വരിക. നിങ്ങൾ ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ ഫോളോ ചെയ്യാം. ഓക്കെ, ഇനി ശരി നമ്മൾ ഇതാണ് കൺസെപ്റ്റ് എന്ന് മനസ്സിലാക്കുക. ഇങ്ങനെ ഫോളോ ചെയ്താൽ കുറച്ചും കൂടെ എളുപ്പമുണ്ടായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്തെ ഓരോ സ്ക്വയറിനകത്തും ഔട്ട്പുട്ട് വാല്യൂസ് എൻ്റർ ചെയ്യണമെങ്കിൽ നമുക്ക് ട്രൂത്ത് ടേബിൾ വേണം. ട്രൂത്ത് ടേബിളിനകത്തെ ഔട്ട്പുട്ട് വാല്യൂസ് ആയിരിക്കും നമ്മളിവിടെ എൻ്റർ ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഈ ഒരു 3 വേരിയബിൾ കെ മാപ്പ് തന്നെ നമുക്ക് വെർട്ടിക്കലായിട്ടും റെപ്രസെൻ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നോക്കാം നമുക്ക്. വെർട്ടിക്കലായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്ന സമയത്ത് 4 റോ 1 2 3 4 2 കോളം, അങ്ങനെ ടോട്ടലി 1 2 3 4 5 6 7 8 സ്ക്വയേഴ്സ് വന്നിട്ടുണ്ട്. ഇവിടെ 4 റോസ് ഉള്ളതുകൊണ്ട് നമുക്കിവിടെ 4 ബിറ്റ് കോമ്പിനേഷൻസ് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മളിവിടെ 2 വേരിയബിൾ എ ബി മാർക്ക് ചെയ്തു. ഇവിടെ ഞാൻ റിമൈനിങ് വേരിയബിൾ സി മാർക്ക് ചെയ്തു. അപ്പോൾ സിക്ക് പോസിബിൾ ആയിട്ടുള്ള വാല്യൂ 0 ആൻഡ് 1. ദെൻ എ ബിക്ക് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് 0 0 0 1 1 0 1 1. ഓക്കെ, ഇങ്ങനെ നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഇവിടെ ഓരോ സ്ക്വയറിൻ്റെയും വാല്യൂ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് വരിക നോക്കാം. 0 0 0 0 0 1 0 1 0 0 1 1 1 0 0 1 0 1 1 1 0 1 1 1. അങ്ങനെയാണ് അതിൻ്റെ വാല്യൂസ് വരിക. അതായത് 0 0 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. It is equal to 1, it is equal to 2, it is equal to 3, it is equal to 4, it is equal to 5, it is equal to 6, it is equal to 7. ഓക്കെ, അതായത് ഈ ഒരു സെയിം ഡയഗ്രത്തിന് തന്നെ നിങ്ങൾ റെപ്രസെൻ്റ് ചെയ്യുന്ന സമയത്ത്, പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. ഡെസിമൽ വാല്യൂസ് യൂസ് ചെയ്യാം. ഉള്ളിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആ ഡെസിമൽ വാല്യൂസ് എഴുതി പോകാൻ പറ്റും. ഓക്കെ, എ ബി സി. ഓക്കെ, ഇവിടെ വരുന്നത് എ ബാർ ബി ബാർ എ ബാർ ബി എ ബി ബാർ എ ബി. Okay, here C bar and C. Okay, and the decimal values will be here it is 0, here it is 1 2 3. Then ഒരു row skip ചെയ്യാം. 4 5 6 7 0 to 7 ബിറ്റ് കോമ്പിനേഷൻസ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒന്നുകിൽ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള 3 വേരിയബിൾ ആണെങ്കിൽ ഒന്നുകിൽ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഡയഗ്രാം പ്രാക്ടീസ് ചെയ്യുക, അല്ലെങ്കിൽ വെർട്ടിക്കൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരെണ്ണത്തിൽ സ്റ്റക്ക് ഓൺ ചെയ്യുക. അതായിരിക്കും കുറച്ചും കൂടെ എളുപ്പമായിട്ട് വരാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് 4 വേരിയബിൾ കെ മാപ്പ് ആണ്. 4 വേരിയബിൾ കെ മാപ്പ് 4 വേരിയബിൾ ആയതുകൊണ്ട് ടോട്ടൽ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത് 2⁴ ആയിരിക്കും. ഇറ്റ് ഈസ് ഈക്വൽ ടു 16 സ്ക്വയേഴ്സ് ആയിരിക്കും. അപ്പോൾ നമുക്കത് 4/4 മെട്രിക്സ് പോലെ റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, ടോട്ടൽ 16 സ്ക്വയേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. നമുക്ക് നോക്കാം. വേരിയബിൾസ് എ ബി സി ഡി ആണ് കൺസിഡർ ചെയ്യുന്നത്. 4 റോസും 4 കോളംസും. ഓക്കെ, 4 റോസ്, ഓക്കെ 4 കോളംസ്. ഓക്കെ, ടോട്ടൽ ഇതിനകത്ത് 16 സ്ക്വയേഴ്സ് ഉണ്ടായിരിക്കും. ഞാൻ വാരിയബിൾസിനെ റെപ്രസെൻ്റ് ചെയ്യാണ്. എ ബി സി ഡി. ഓക്കെ, ദെൻ ഡയറക്റ്റ് ഞാൻ ഈ ഒരു വാരിയബിൾസിൻ്റെ ടേംസിൽ എഴുതാണ്. എ ബാർ ബി ബാർ 0 0ക്ക് ഇക്വലൻ്റ് ആയിട്ട്. ഇനി എ ബാർ ബി 0 1, എ ബി ബാർ 1 0ക്ക് കറസ്പോണ്ടിങ്. നെക്സ്റ്റ് എ ബി 1 1 0 0 0 1 1 0 1 1. ഓക്കെ, ഇനി ഈ സൈഡ് ആണെങ്കിൽ സി ബാർ ഡി ബാർ സി ബാർ ഡി സി ഡി ബാർ ദെൻ സി ഡി. ഓക്കെ, 0 0 0 1 1 0 0 0 1 1 0 1 1. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിനകത്തെ ഡെസിമൽ നമ്പേഴ്സ് എൻ്റർ ചെയ്യാം. ഡെസിമൽ നമ്പേഴ്സ് ഓരോ സ്ക്വയറിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പറിങ് ചെയ്യാം. അതായത് നമ്മളുടെ ട്രൂത്ത് ടേബിളിനകത്ത് നമുക്ക് 4 വേരിയബിൾ ട്രൂത്ത് ടേബിൾ ആണെങ്കിൽ 4 വേരിയബിൾ ട്രൂത്ത് ടേബിളിൻ്റെ കേസാണ് പറയുന്നത്. 4 വേരിയബിൾ ട്രൂത്ത് ടേബിൾ ആണെങ്കിൽ നമുക്ക് 0 0 0 0 മുതൽ 1 1 1 1 വരയ്ക്ക് 16 കോമ്പിനേഷൻസ് ഉണ്ടായിരിക്കും. ഓരോ കോമ്പിനേഷനും കറസ്പോണ്ടിങ് ആയിട്ടാണ് ഇവിടെ ഓരോ സ്ക്വയേഴ്സ് വന്നിട്ടുള്ളത്. നമ്മൾ ഈ സ്ക്വയേഴ്സിനകത്ത് എൻ്റർ ചെയ്യേണ്ടത് ഈ ഓരോ കോമ്പിനേഷനും കറസ്പോണ്ടിങ് എന്താണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയത്, അതിൻ്റെ വാല്യൂ ആണ് ആക്ച്വലി നമ്മൾ ഇതിൻ്റെ അകത്ത് എൻ്റർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളത് ഇപ്പോൾ പഠിക്കുന്നില്ല. നമ്മളിപ്പോൾ ചെയ്യുന്നത് എങ്ങനെ കെ മാപ്പ് വരയ്ക്കുന്നു എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്
ഓരോ കോമ്പിനേഷനും കറസ്പോണ്ടിങ് ആയിട്ട് ഏതാണ് സ്ക്വയർ വരുന്നതെന്ന് ഡിറ്റർമിൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ഡെസിമൽ വാല്യൂവിൻ്റെ ടേംസിൽ എഴുതാം. അതായത് 000 ആണെങ്കിൽ 0 എന്നും 111 ആണെങ്കിൽ അതിനെ 15 എന്നാണ് ഞാനിവിടെ റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഓർഡർ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, എങ്ങനെയാണ് അതൊരു ഓർഡറിലാണ് പോകുന്നുണ്ടാവുക, എപ്പോഴും ആ ഒരു ഓർഡറിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ആ ഓർഡർ എങ്ങനെയാണെന്ന് മാത്രം ശ്രദ്ധിക്കുക. ഞാൻ 4 ബിറ്റായിട്ട് 0000 എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് പകരം ഡെസിമൽ നമ്പർ ഡയറക്റ്റ് റെപ്രസെൻറ്റ് ചെയ്യാണ്. ഓക്കെ, ദെൻ ഇറ്റ് വിൽ ബി 0. ഇതായിരിക്കും 0. ഫസ്റ്റ് സ്ക്വയർ ആയിരിക്കും 0 വരുന്നുണ്ടായിരിക്കുക. നെക്സ്റ്റ് 1. ഒരു തേർഡ് 1 സ്കിപ്പ് ചെയ്യണം നമ്മൾ. തേർഡ് റോ ആണെങ്കിലും തേർഡ് കോൾ ആണെങ്കിലും നമ്മളത് സ്കിപ്പ് ചെയ്തിട്ട് വേണം നെക്സ്റ്റിൽ വേണം അടുത്ത നമ്പർ എഴുതാൻ വേണ്ടിയിട്ട്. 2. then return here 3. okay, 0 1 2 3. then 4 5 6 7. then third column third row നമ്മൾ സ്കിപ്പ് ചെയ്യുക, നെക്സ്റ്റിൽ പോവാം. 8 9 10 11 12 13 14 15. ഇങ്ങനെയായിരിക്കും നമ്മൾ 4 വാരിയബിൾ കെ മാപ്പ് നമ്മൾ വരയ്ക്കുന്നുണ്ടായിരിക്കുക. ഇനി ഇത് കംപ്ലീറ്റ് അല്ല, ഇതിനകത്ത് നമ്മൾ ഔട്ട്പുട്ട്സ് എൻ്റർ ചെയ്യണം. ഔട്ട്പുട്ട് കറസ്പോണ്ടിങ് 0000ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് 0 ആണെങ്കിൽ ഞാനിവിടെ 0 എന്ന് എഴുതും. അത് 1 ആണെങ്കിൽ ഞാനിവിടെ 1 എന്ന് എഴുതണം. ഓക്കെ, അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടില്ല. നെക്സ്റ്റ് ഒരു 5 വാരിയബിൾ കെ മാപ്പും കൂടെ നമുക്ക് പറയാനുണ്ട്. 5 വാരിയബിൾ കെ മാപ്പ് നമ്മളിതുപോലെ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ 4 വാരിയബിൾ കെ മാപ്പ് രണ്ടെണ്ണം കൺസിഡർ ചെയ്യാണ് ചെയ്യുന്നത്. ഒരു കെ മാപ്പിന് മുകളിൽ ഒരു കെ മാപ്പായിട്ട് നമ്മൾ അസ്യൂം ചെയ്തിട്ടാണ് അതിൻ്റെ സിംപ്ലിഫിക്കേഷൻ ചെയ്യുന്നുണ്ടായിരിക്കുക. അതായത് ഫോർ എക്സാമ്പിൾ ABCD 5 വാരിയബിൾസ് ആണ്. എൻ്റെ 5 വാരിയബിൾസ് ആണത് ABCDE ആണെങ്കിൽ ഞാൻ A = 0ക്ക് കറസ്പോണ്ടിങ് ഒരു കെ മാപ്പ് വരയ്ക്കും. അതിനകത്തെ വാരിയബിൾസ് എന്ന് പറയുന്നത് BCDE ആയിരിക്കും. അതായത് എക്ക് കറസ്പോണ്ടിങ് ഞാൻ ഈ ഒരു ടേബിൾ വരയ്ക്കുന്നത് A = 0 എന്ന് അസ്യൂം ചെയ്തിട്ടായിരിക്കും. ഓക്കെ, ഇത് A = 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേബിളാണ്. അതിനകത്തെ വാരിയബിൾസ് വരുന്നത് CD. ബാക്കിയുള്ള വാരിയബിൾസ് നോക്കാം. BC ആൻഡ് DE ആണ് ബാക്കിയുള്ള 4 വാരിയബിൾസ് വരുന്നത്. ഓക്കെ, അപ്പോൾ കറസ്പോണ്ടിങ് വാരിയബിൾസ് BCDE. ഓക്കെ, ഇനി നമ്മൾ യൂഷ്വൽ കെ മാപ്പ് 4 വാരിയബിൾ കെ മാപ്പ് ചെയ്തതുപോലെ തന്നെ നമ്മളിവിടെ വാരിയബിൾസിൻ്റെ ടേംസിൽ റെപ്രസെൻ്റ് ചെയ്യും. അതിനകത്തെ ഓരോ സ്ക്വയറും ഐഡൻറ്റിഫൈ ചെയ്യാണ് ചെയ്യുന്നത്. ഇത് B ബാർ C ബാർ, ദെൻ B ബാർ C, BC ബാർ BC, ഹിയർ D ബാർ E ബാർ, D ബാർ E, DE ബാർ, ദെൻ DE. ഓക്കെ, ഇങ്ങനെയായിരിക്കും നമ്മളുടെ 5 വാരിയബിൾ കെ മാപ്പിനകത്തെ ഫസ്റ്റ് കെ മാപ്പ് വരുന്നത്. ഇറ്റ് ഈസ് കറസ്പോണ്ടിങ് ടു A = 0. ദെൻ A = 1ന് വേണ്ടിയിട്ട് നമ്മൾ അഗെയിൻ ഒരു കെ മാപ്പും കൂടെ വരയ്ക്കും. 2 കെ മാപ്പ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ 5 വാരിയബിൾ സിസ്റ്റത്തിനെ സിംപ്ലിഫൈ ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, A = 1ന് കറസ്പോണ്ടിങ് ആയിട്ട് സെയിം BCDE എന്ന് എഴുതിയിട്ട് നമ്മൾ സെയിം ഒരു കെ മാപ്പ് വീണ്ടും വരയ്ക്കും. ഇനി 2 കെ മാപ്പും കൂടെ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെച്ചിട്ടായിരിക്കും നമ്മളത് സിംപ്ലിഫൈ ചെയ്യുന്നുണ്ടായിരിക്കും. അങ്ങനെ അസ്യൂം ചെയ്തിട്ടായിരിക്കും നമ്മൾ സിംപ്ലിഫിക്കേഷൻ ചെയ്യുന്നുണ്ടായിരിക്കുക.